സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഋഷിയെ കാണാനില്ലെന്ന പരാതി അരുന്ധതി മേഡം DYSPക്ക് നേരിട്ട് കണ്ടെന്ന് കൊടുക്കുമ്പോൾ ദേവികയുടെ പ്രഷറും കൂടി ആകുമ്പോഴത്തേക്കും കേസ് നല്ല ഭംഗിയായിട്ട് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നന്ദനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഋഷിയുടെ കൂട്ടുകാരെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് ഈ കേസിൽ എന്തൊക്കെയോ പങ്ക് നന്ദനുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ദേവികയോട് സംസാരിക്കാനാ എന്ന മട്ടി ചന്ദ്രോത്ത് വീട്ടിൽ വരുന്ന അദ്ദേഹം നന്ദനോട് സംസാരിക്കുമ്പോൾ നന്ദൻ്റെ മനസ്സിൽ ചില പേടിയുള്ളതായിട്ട് തോന്നിക്കുന്നു. അതെന്തിനെക്കുറിച്ചുള്ള പേടിയാണെന്ന് വ്യക്തമായി അന്വേഷിക്കാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. നന്ദൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അസ്വാഭാവികത തോന്നിയ അദ്ദേഹം പല രൂപത്തിൽ ചോദ്യം ചെയ്യുന്നുവെങ്കിലും ഋഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് നന്ദനാണെങ്കിൽ തെളിച്ചൊന്നും പറയുന്നില്ല. മറുപടി പറയുന്നതാവട്ടെ കെവിൻ്റെ പെരുമാറ്റത്തിൽ ദേഷ്യം തോന്നി അദ്ദേഹം കെവിന് നല്ല വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഋഷിയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും കെവിനാണ് ഉത്തരം പറയുന്നത്. നന്ദനോട് ചോദിക്കുന്ന ചോദ്യത്തിന് എന്തിനാ താൻ ഉത്തരം പറയുന്നേ എന്നുള്ള രൂപത്തിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് കെവിൻ അല്പം പേടിയൊക്കെ ആകുന്നുണ്ട്. കെവിനാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുന്നെങ്കിലും ഇദ്ദേഹം ചൂടാവുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ പേടിയാകുന്നു. അതിനിടയ്ക്ക് 3-ാം മുറയോ 4-ാം മുറയോ പ്രയോഗിച്ചിട്ടായാലും രമണി മർഡർ കേസിലെ പ്രതി അയാൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പോലീസ് ഓഫീസറിനെ വിളിച്ച് പറയുന്നതും കൂടി കേട്ടപ്പോഴത്തേക്കും നന്ദൻ്റെ പേടി ഡബിളായി. നന്ദൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കണ്ണിയായിരുന്നു ദേവികയുടെ കോള്. ദേവിക ചന്ദ്രമതി കൂടെയുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പറഞ്ഞ് നന്ദനെ വിളിക്കുന്നെങ്കിലും ഞാൻ ഇവിടെയെങ്ങും അല്ല, വളരെ ദൂരത്താണ്, അച്ഛൻ പറഞ്ഞയച്ചത് പ്രകാരം ഇങ്ങോട്ടേക്ക് വന്നതാ, പിന്നെ വിളിക്കാമെന്ന് കള്ളം പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോൾ ഒരു പോലീസ് ഓഫീസറിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇത്രമാത്രം കള്ളം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് എന്താ ഉറപ്പ് എന്നുള്ള ചോദ്യത്തിനു മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ നന്ദനാണെങ്കിൽ ആകെ വിളറി വെളുക്കുന്നുണ്ട്. വീട്ടിലെത്തി ദേവിക ഈ വിവരത്തെക്കുറിച്ച് പറയുമ്പം സിദ്ധു ആ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ പ്രഭാവതിക്ക് സംശയം തോന്നി ദേവിയും കൊണ്ട് തന്നെ വീണ്ടും വിളിപ്പിക്കുന്നു. അങ്ങനെ വിളിപ്പിക്കുന്നെങ്കിലും കോൾ എടുക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഒടുക്കം തിരിച്ചു മറിച്ചുള്ള ചോദ്യം ചെയ്യലിൽ നന്ദന് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നുണ്ട്. കാരണം ഇത്രയും നാൾ യാതൊരു കുഴപ്പമില്ലാത്ത നന്ദൻ പെട്ടെന്ന് ഡിപ്രഷൻ കാണിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം മീരയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പോലീസ് ഓഫീസറിന് കാര്യങ്ങൾ വ്യക്തമായിട്ടും മനസ്സിലാകും. കാരണം അയാൾ എന്തോ ഒന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ടെൻഷനും എപ്രാളമാണ് ഈ കാണിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. ദേവിയെപ്പോലും മീരയുടെ ആത്മാവാണോ നന്ദനെ ശല്യം ചെയ്യുന്നേ എന്നൊരു നിമിഷം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നന്ദന് പെരുമാറാനായെങ്കിലും പക്ഷേ ഒടുക്കം സത്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഋഷിയും അമ്മയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും അതിനുശേഷം ഇലക്ഷന് ദേവിയെ നിർത്തി മത്സരിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തത് തന്നെ അരുന്ധതി മേഡം ആയിരുന്നു. മാത്രമല്ല ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ദേവിയെ വിജയിപ്പിക്കാൻ ഒരുപാട് ക്യാഷും ചിലവാക്കിയിട്ടുണ്ട്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, വിജയിച്ച MLA ദേവികയും കൊണ്ട് ചന്ദ്രോത്ത് വീട് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ഒടുക്കം വിജയിച്ചതിന് ശേഷം ദേവിക കുടുംബത്തിനെതിരെ ഒന്നും പെരുമാറില്ലെന്ന് കണ്ടപ്പോൾ രാധാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അമ്മയെയും അച്ഛനെയും കൊല്ലാൻ വേണ്ടിയിട്ട് അരുന്ധതി മേഡം പറഞ്ഞയച്ചുവെന്നും അതിലും ഫലം കാണാതെ ദേവിക അതെല്ലാം പൊളിച്ച് കയ്യിൽ കൊടുത്ത ശേഷം ഋഷിയാണെങ്കിൽ പരസ്യമായിട്ട് അമ്മയെയും ചന്ദ്രമതി ആൻറ്റിയെയും ക്ഷേത്രത്തിൽ വെച്ച് അപമാനിച്ച ആ ഒരു ഇൻസിഡൻറ്റ് നന്ദനു വല്ലാതെ ഹേർട്ട് ചെയ്തെന്നും അതിൻ്റെ പേരിൽ ഈ മാസം 16-ാം തീയതി ഞാൻ ഋഷിയെ കണ്ടപ്പോൾ ചോദ്യം ചെയ്തു. അങ്ങനെയുണ്ടായ വാക്കുതർക്കത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി, ഋഷിയുടെ ബോധം പോയി. അപ്പം ബോധം പോയ സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം അവനെ തല്ലി എന്നുള്ള രൂപത്തിൽ കേസ് വരുമെന്നൊക്കെ ഭയന്ന് ആൾതാമസമില്ലാത്തൊരു വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ബോധം വന്ന ഋഷിയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ തയ്യാറല്ലായിരുന്നു. തുടർന്നുണ്ടായ വാക്പോരിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരബദ്ധം പറ്റി ഋഷി ബോധം കെട്ട് വീണു എന്ന് പറയുമ്പം ഓഫീസർ ചോദിക്കുന്നു എന്തബദ്ധം? ഞാനൊരു വടിയെടുത്ത് അവൻ്റെ തലയ്ക്ക് അടിച്ചിരുന്നു, അല്പം ബ്ലീഡിംഗ് ആയി, ആഴത്തിലുള്ള മുറിവായിരുന്നോ എന്ന് ചോദിക്കുമ്പം അത്യാവശ്യം ആഴത്തിലുള്ള മുറിവായിരുന്നു, എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട് ഇല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള പേര് കേസ് വരുമെന്ന് ഭയന്ന് ഈ കെവിൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകണ്ട, തൽക്കാലം അവിടെ നിർത്തി ചികിത്സിപ്പിക്കാമെന്ന്. എന്നിട്ട് എന്തായി? ഞാൻ നേരെ വീട്ടിൽ പോയെന്ന് പറയുന്നു. അപ്പോൾ ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് പിന്നെ നേരിട്ട് പോയി അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, കെവിൻ വിളിച്ചു പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഇനി ബാക്കി കെവിൻ പറയുന്നുണ്ട്. അപ്പോൾ കെവിൻ പറയുന്നു വയ്യാണ്ടായി കിടന്ന അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ച സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു അവൻ്റെ ജീവൻ പോയെന്ന്. ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്ന ഋഷിക്ക് കുറച്ച് പ്രോബ്ലംസൊക്കെ വന്ന് സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാതെ അവൻ്റെ ജീവൻ പോയി എന്നൊക്കെ പറയുമ്പോൾ
ഓഫീസർ ചോദിക്കുന്നു, എന്നിട്ട് ഋഷിയുടെ ബോഡി നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ മറവ് ചെയ്തു. അങ്ങനെ ഇത്രയും വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നന്ദനെയും കെവിനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഋഷിയെ കുഴിച്ചിട്ട സ്ഥലവും മറ്റുമൊക്കെ കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ആ നിമിഷത്തിൽ MLAയുടെ ഭർത്താവ് നന്ദൻ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത കാട്ടുതീ പോലെ പടരുന്നുണ്ട്. അത് ദേവിയെ വല്ലാതെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല, ചന്ദ്രോത്ത് വീട്ടിൽ ആകെ സങ്കടത്തിൻ്റെ ഒരു നിഴലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നന്ദൻ ഭാര്യയോടോ അമ്മയോടോ അച്ഛനോടോ ഒന്നും പറഞ്ഞില്ല എന്നുള്ളൊരു വേവലാതിയാണ് അവരെല്ലാം അലട്ടുന്നത്.